സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം നേരുന്നു. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു അഭിഷേകം നമ്മളിലേക്ക് നിറയപ്പെടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും ഒരു അഭിഷേകം കർത്താവ് നൽകി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഈ ദിവസം ഈശോയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് നിനക്ക് വേണ്ടി ജീവിക്കാൻ ഒരു കൃപ പ്രദാനം ചെയ്യണമേ. കുറച്ച് സമയം കണ്ണുകളടച്ച് രണ്ട് കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ച് ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖം ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് ആ യേശുവിന് വേണ്ടി ജീവിക്കാൻ, ആ യേശുവിന് സാക്ഷിയായിട്ട് മാറാൻ ഒരു അഭിഷേകം നമ്മളിലേക്ക് നിറയപ്പെടാൻ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം യേശുവിനെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവായ യേശുവേ, വേഗം വരണമേ മാറാനാഥ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ജീവനുള്ള വചനത്തിനായി നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറന്നു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസിന്റെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവാക്യമാണ് ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് വിശുദ്ധ അപ്പസ്തോലൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കുറിച്ചിടേണ്ട, ഹൃദയത്തിൽ രേഖപ്പെടുത്തേണ്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാം, തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു പുതിയ അഭിഷേകമാണ് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനോഹരമായിട്ടുള്ള ഒരു പടം കണ്ടു. അത് കർത്താവിൻ്റെ ക്രൂശിക്കപ്പെട്ട പടമാണ്. പക്ഷേ ആ പടത്തിൽ ഈശോ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നതിന് പകരം ആ കുരിശിൽ കർത്താവ് ശാന്തമായിട്ട് ഇരിക്കുകയാണ്, കുനിഞ്ഞിരിക്കുന്ന ഒരു കർത്താവ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരമാണ്, ഐ ഡൈഡ് ഫോർ യു, ക്യാൻ യു ലീവ് ഫോർ മീ? ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നിനക്ക് എനിക്ക് വേണ്ടി ജീവിക്കാമോ? ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നിനക്ക് എനിക്ക് വേണ്ടി ജീവിക്കാമോ? ക്രൂശിതന്റെ ഹൃദയം തുളച്ചു കയറുന്ന ഒരു ചോദ്യം. ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ഒരു അനുഭവം പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അവൻ്റെ കൂട്ടൊക്കെ കൂടി ചീത്തയൊക്കെ നടന്ന് പാപത്തിലൊക്കെ മുഴുകി ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ട് അങ്ങനെ പള്ളിയിലൊന്നും പോകാതെ ധ്യാനത്തിലൊന്നും പങ്കെടുക്കാതെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൻ അമ്മയ്ക്കൊക്കെ തലവേദന, നാട്ടുകാർക്കും ഒക്കെ ഒരു വിഷമം നൽകിക്കൊണ്ട് അവൻ ജീവിച്ചു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ചില കൂട്ടുകാര് ധ്യാനമൊക്കെ കൂടി അഭിഷേകം പ്രാപിച്ച് യേശുവിനെ തിരിച്ചറിഞ്ഞ് ചില ആൾക്കാർ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ഒരു ധ്യാനത്തിലേക്ക് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആ ശുശ്രൂഷകളിലൂടെ അവൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശു അവന് വേണ്ടിയിട്ടാണ് മരിച്ചതെന്നും യേശുവിന്റെ കുരിശുമരണത്തിലൂടെ അവന് രക്ഷയും വിടുതലുണ്ടെന്നും ഇനിയുള്ള ജീവിതം മുഴുവനും ആ യേശുവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യം ആ ചെറുപ്പക്കാരനുണ്ടായി. ഞാൻ പറയാണ്, അച്ഛാ, എനിക്ക് ആ ഒരു ബോധ്യം ഉണ്ടായാൽ പിന്നെ ഞാൻ എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയും. ഞാൻ പാപത്തിന്റെ വഴികളിലേക്ക് പോകാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കും, ഇടയ്ക്ക് ജാഗരണ പ്രാർത്ഥന നടത്തും. എൻ്റെ കൂടെയുള്ള എല്ലാവരോടും, സകല മതസ്ഥരോടും ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും. ആ ഒരു ബോധ്യത്തിലേക്ക് അവൻ കടന്നു വന്നു. കാരണം അവൻ തിരിച്ചറിഞ്ഞു, ഇനിയുള്ള അവന്റെ ജീവിതം അത് യേശുവിന് വേണ്ടി മാത്രമാണ്. അത് യേശുവിന് വേണ്ടി മാത്രമാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ കാര്യം അന്വേഷിക്കാൻ, യേശുവിന്റെ താല്പര്യങ്ങൾ നോക്കാൻ, യേശുവിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകാൻ നമുക്ക് ഒരുങ്ങാം, തയ്യാറാകാം. പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 21-ാം വാക്യപ്രകാരമാണ്. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. ഒത്തിരി സങ്കടത്തോടെയാണ് സെന്റ് പോൾ പഠിപ്പിക്കുന്നത്. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുവിന്റെ കാര്യമല്ല. ചിന്തിച്ചു നോക്കിയേ, നമ്മൾ പലപ്പോഴും നമ്മുടെ സുഖം, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ സ്വാർത്ഥത, അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നു, പണം ചെലവഴിക്കുന്നു. പക്ഷെ എൻ്റെ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, എൻ്റെ യേശുവിന് വേണ്ടി പണം ചെലവഴിക്കാൻ, എൻ്റെ യേശുവിന് വേണ്ടി ഊർജ്ജം ചെലവഴിക്കാൻ, അതിനൊരു അഭിഷേകവും കൃപയും നമുക്ക് ആവശ്യമാണ്, യേശുവിന് വേണ്ടി ജീവിക്കാൻ. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ്ലീഹ എപ്രകാരം പറഞ്ഞത്, എനിക്ക് ജീവിതം അത് ക്രിസ്തുവും മരണം അത് നേട്ടവുമാണ്. ഈ ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ്. എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വലിയൊരു ബോധ്യം നമ്മുടെ അന്തരാളങ്ങളിലേക്ക് ആഴത്തിൽ പതിയണം. എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുക. കാരണം അവൻ എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൽ ഈ ഒരു ബോധ്യം ഉണ്ടായി. അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ സ്വന്തം സുഖത്തിന് വേണ്ടി ജീവിച്ചു, സ്വന്തം ജഡത്തിന് വേണ്ടി ജീവിച്ചു, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ കുറച്ചു കാലങ്ങൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് വൃഥായാണ്, ഇത് മായയാണ്, എല്ലാം മായയാണ്, കടന്നു പോകുന്നതാണല്ല. അങ്ങനെ അദ്ദേഹം യേശുവിലേക്ക് തിരിച്ചു വന്നു. ആ യേശുവിന്റെ സ്നേഹം അറിഞ്ഞപ്പോൾ, ആ യേശുവിന്റെ കാരുണ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനമെടുത്തു, ഇനിയുള്ള എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി മാത്രമാണ്. എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചു. ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ഒരു വിശ്വസ്ത ദാസനായിട്ട് മാറി. യേശു നമ്മളെയും ക്ഷണിക്കുകയാണ്. യേശു നമ്മുടെ കണ്ണുകളിൽ നോക്കി ചോദിക്കുകയാണ്, ജീവിച്ചിരിക്കുന്ന നീ ഇത്രയും കാലം നിനക്ക് വേണ്ടി ജീവിച്ചു, നിന്റെ സുഖത്തിന് വേണ്ടി, നിന്റെ മദ്യപാനത്തിന്റെ ആസക്തി തീർക്കാൻ വേണ്ടി, നിന്റെ ജഡത്തിന്റെ സുഖത്തിന് വേണ്ടി നീ ജീവിച്ചു. ഇനിയും നിനക്ക് വേണ്ടി ജീവിക്കാതെ നിനക്ക് എനിക്ക് വേണ്ടി ജീവിക്കാമോ? എനിക്ക് വേണ്ടി ജീവിക്കാമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം തുളച്ചു കയറുന്ന ഒരു ചോദ്യം നമുക്ക് കർത്താവിനോട് യേശൊന്ന് ഉത്തരം പറയാം. തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായം 10-ാം തിരുവചനത്തിലൂടെ വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ്, ഉറക്കത്തിലും ഉണർവിലും അവനോടൊപ്പം ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഉറക്കത്തിലും ഉണർവിലും അവനോടൊപ്പം ജീവിക്കുക. ഇത് വലിയൊരു വെല്ലുവിളിയാണ്, ഇത് വലിയൊരു അനുഗ്രഹം നിറഞ്ഞ ജീവിതമാണ്. ഉറക്കത്തിലും ഉണർവിലും യേശുവിന്റെ കൂടെ ജീവിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറങ്ങുമ്പോൾ യേശുവിന്റെ കൂടെ ഉറങ്ങാൻ, ഭക്ഷണം കഴിക്കുമ്പോൾ യേശുവിനോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. ഈവൻ ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ തന്നെ യേശുവിനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയ്ക്ക് പോവുക. ഇന്റർനെറ്റിൽ പോകുമ്പോൾ യേശുവിന്റെ കൂടെ പോവുക. ഫോൺ വിളിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് വിളിക്കുക. ഇങ്ങനെ യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ ഒരു മകനാകാൻ, ഒരു സാക്ഷിയാകാൻ, ഒരു മകളാകാൻ കർത്താവ് നമ്മളെല്ലാവരെയും വിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള വലിയ കൃപയും അഭിഷേകവും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകും. പാപത്തിന്റെ സ്വല്പകാലത്തെ ആനന്ദവും വേണ്ട എന്ന് വെച്ച് യേശുവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ആ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഇതിനു മുമ്പ് ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുത്ത വ്യക്തികളായിരിക്കും നമ്മൾ. ഇനി എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി മാത്രമാണ്. നമുക്കൊന്നും കൂടെ പുതുക്കാം, പോരായ്മകൾ നമുക്ക് മാപ്പ് ചോദിക്കാം. ജീവിച്ചിരിക്കുന്ന ഞാൻ ഇനിയും എനിക്ക് വേണ്ടി ജീവിക്കാം, എനിക്ക് വേണ്ടി ജീവിക്കുകയും എനിക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത, എനിക്ക് വേണ്ടി ഉയർക്കുകയും ചെയ്ത എൻ്റെ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയൊരു പ്രതിജ്ഞ മനസ്സിലെടുത്ത് നമുക്ക് വീണ്ടും നമ്മുടെ കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി വലിയ വിശ്വാസത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അതിനുള്ള അഭിഷേകം, ശക്തി നമുക്ക് സ്വീകരിക്കാം. എല്ലാ മക്കളും ചേർന്ന് ശക്തിയോടും എളിമയോടും ബോധ്യത്തോടും കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് എൻ്റെ യേശുവിന് സാക്ഷ്യം വഹിക്കണം, എൻ്റെ യേശുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ എനിക്ക് മരിക്കണം. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ ഞാൻ യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന യേശുവിന്റെ മകനായി, മകളായിട്ട് ഞാൻ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ, ഞാൻ നിനക്ക് വേണ്ടി പോകാൻ കർത്താവേ, നിന്റെ സാക്ഷിയായിട്ട് ഞാൻ മാറാൻ കർത്താവേ, നിന്റെ വചനത്തിന്റെ സന്ദേശവുമായി ഞാൻ എല്ലാവരുടെ പക്കലേക്ക് പോകാൻ കർത്താവേ. എല്ലാ മക്കളും ചേർന്ന് യേശുവിന് വേണ്ടി ജീവിക്കുന്നുള്ള പ്രതിജ്ഞ മനസ്സിലെടുത്ത് ഒരുമിച്ച് ചേർന്ന് കർത്താവിനോട് പാടി പ്രാർത്ഥിക്കട്ടെ.
മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യേശുവേ നിനക്ക് വേണ്ടി ഞാൻ പോകാം, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാം യേശുവേ. കുറച്ചുകൂടെ മനസ്സ് തുറന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാം യേശുവേ. കർത്താവേ, ഞാൻ നിന്റെ ഒരു വേലക്കാരനായിട്ട് മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യേശുവേ. ഓ കർത്താവേ, എന്റെ യേശുവേ, സാക്ഷ്യം വഹിക്കാൻ ഞാൻ തയ്യാറാണ്. കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ഈ വലിയ ദാഹം ആഗ്രഹം പ്രകടിപ്പിച്ച് ഒരിക്കൽ കൂടി ശക്തമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ഉണരുക, ഉണരുക, യേശുവിന് വേണ്ടി ഉണരുക, യേശുവിന് വേണ്ടി ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ഹല്ലേലൂയ മാറാനാഥ. പിതാവിൻ്റെ വലതുഭാഗത്ത് മഹിമ പ്രതാപത്തോടെ ഉപവിഷ്ടനായിരിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തു ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിൽ. ഈ നിമിഷങ്ങളിൽ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മഹാത്ഭുതങ്ങളും രോഗശാന്തികളും ദൈവജനത്തിൻ്റെ മേൽ വർഷിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി, യേശുവിങ്കിലേക്ക് ഹൃദയം ഉയർത്തി, യേശുവിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തി, നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഇപ്പോൾ യേശുവിനെ വിളിക്കുക. പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും പരിശുദ്ധാത്മ അഭിഷേകങ്ങളും നൽകി കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പുത്രന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ. സാധ്യമായെന്ന് ഈ സമൂഹത്തിൽ Heavenly Father, Heavenly Father, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സാധ്യമായെന്ന് ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ. കരങ്ങൾ ഉയർത്തി വിളിക്കുക, യേശുവിന്റെ നാമം വിളിക്കുക, രക്ഷയുടെ നാമത്തെ വിളിക്കുക, അത്ഭുത നാമത്തെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി, അത്യത്ഭുത ശക്തി, അത്യത്ഭുത ശക്തി രോഗപീഡിതമായ ശരീരങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. തകർന്ന് കിടക്കുന്ന കുടുംബങ്ങളിലേക്ക്, തകർന്ന് കിടക്കുന്ന ജീവിതങ്ങളിലേക്ക്, തകർന്ന ആത്മാവിലേക്ക്, തകർന്ന ബന്ധങ്ങളിലേക്ക്, തകർന്ന കൃഷിയിടങ്ങളിലേക്ക് ഇപ്പോൾ അത്യത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കിടക്കുകളിൽ കിടക്കുന്ന കിടപ്പ് രോഗികൾ ഇപ്പോൾ യേശുവിനെ വിളിക്കുക. മാറാ രോഗബന്ധനങ്ങളിൽ കിടക്കുന്നവർ ഇപ്പോൾ യേശുവിനെ വിളിക്കുക. എത്ര ശ്രമിച്ചിട്ടും ഒരു നീക്കുപോക്കുമില്ലാതെ സാമ്പത്തികമായി അടിക്കടി തകർന്നുകൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായി കെട്ടുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഴിയാക്കെട്ടുകൾ അഴിയട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ
നാമത്തിൽ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി സാമ്പത്തിക ഉയർച്ച ലഭിക്കട്ടെ. പ്രാർത്ഥന മരവിപ്പ്, മന്ദത, തീഷ്ണതയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, ദൈവത്തോട് അടുപ്പമില്ലായ്മ, ദൈവത്തോട് മറുതലിപ്പ്, മത്സരിക്കുന്ന പ്രകൃതങ്ങൾ ഇപ്പോൾ അത്യത്ഭുതകരമായി സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ബാലിക ബാലന്മാരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. വിശ്വാസം ഇല്ലാത്തവര്, പ്രാർത്ഥന ഇല്ലാത്തവര്, ദൈവഭക്തി ഇല്ലാത്തവര്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവര് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ പിടിമുറുക്കിയിരിക്കുന്ന ദുർബാധകൾ അത്ഭുതകരമായി ഇപ്പോൾ വിട്ടുപോകട്ടെ. അത്ഭുതകരമായി വിട്ടുപോകട്ടെ. കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. തകർന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെ ആശീർവദിക്കുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് രംഗങ്ങളിൽ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജോലിക്ക് പോകാൻ പറ്റാത്ത വിധം മനോവിഷമത്തിലേക്കുള്ളവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളോട് യോജിച്ച് ജീവിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന കുടുംബത്തിൽ തമ്മിൽ കലഹമുള്ള, കുടുംബത്തിൽ മത്സരവും വൈരാഗ്യവും അകൽച്ചയും ഭിന്നതയിരിക്കുന്ന തകർന്ന കുടുംബ ബന്ധങ്ങളെ ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്ത് യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ എല്ലാ കുടുംബങ്ങളുടെ മേലും അത്യത്ഭുതകരമായി അങ്ങയുടെ ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. Alleluia, Maranatha. എൻ്റെ പേര് വാർക്കി, കോതാമംഗലത്തു നിന്ന് വരുന്നു. 10 വർഷമായിട്ട് എൻ്റെ ഈ മുട്ടിന് രണ്ടിനും നല്ല വേദനയായിരുന്നു. അത് സുഖമായി അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പൂർണ്ണമായിട്ട് മാറി. എന്തുകൊണ്ടാണ് ഈ കാലിന് വേദന? എന്തെങ്കിലും രോഗം വന്നിട്ടാണോ അല്ലെങ്കിൽ തന്നെ ഉണ്ടായതാണോ? ഞാൻ പട്ടാളത്തിലായിരുന്നു വെച്ചാൽ മലയൊക്കെ കയറി അങ്ങനെയൊക്കെ വന്ന. പ്രൈസ് ദി ലോർഡ്. പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരുന്നു. പട്ടാളത്തിലെ പല ശുശ്രൂഷ സേവന മേഖലകളിലൂടെ നടന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടാണ് 10 വർഷമായിട്ട് കാൽമുട്ടിൻ്റെ വേദന. ഇതിന് ട്രീറ്റ്മെൻറ്റ് വല്ലതും പോയിട്ടുണ്ടോ? ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് സൗഖ്യമാകാതിരിക്കുകയായിരുന്നു. ധ്യാനത്തിന് കൂടിയപ്പോൾ ഈശോ 10 വർഷമായ കാൽമുട്ടുകളുടെ വേദന സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തി എഴുതി കർത്താവിനെ മഹത്വം. എന്തതിശയമേ ദൈവത്തി സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തി സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനം സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തി സ്നേഹം എത്ര മനോഹരമേ. എൻ്റെ പേര് പൊറഞ്ചു എന്നാണ്. ഞാൻ തൃശ്ശൂരിൻ്റെ അടുത്ത് മരിയാപുരം ഇടവയിൽ നിന്ന് വന്ന അമ്മയുടെ വിസ്തീകരണവും അമ്മയോടുള്ള പ്രാർത്ഥനയിലും ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് തോന്നിയത്. അമ്മയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അസുഖമാണ് മാറ്റിയത്. കാലിനെന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്? കാല് ഒരു വിരലിൻ്റെ ഒരു ഇത് ഇത്രയും കുറവാണ്. ഇതെല്ലാം 1 ഇഞ്ച് ഇത്രയും കുറവാണ്. ഇത് അപകടത്തിൽ കാല് 2 ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. അതിന് വെയിറ്റ് ഇട്ടപ്പോൾ ഒരു കാലിൻ്റെ വെയിറ്റ് ഞാൻ എപ്പോഴും എടുത്ത് കളഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് എടുത്ത് കളഞ്ഞാൽ കുറയുന്നുള്ളത്. കാലിന് ഇത്ര നീട്ടം കുറവുണ്ടായിരുന്നു പറഞ്ഞത് നിങ്ങൾ മനസ്സിലായോ? കാലിന് ഇത്രയും നീട്ടം കുറവുണ്ടായിരുന്നു. ആ കൈ കാണിക്കാൻ പറ്റത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഇത്രയും നീട്ടം കുറവുണ്ടായിരുന്നു. ഒരു കാലിന് ഇത്രയും നീട്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴോ? ഇപ്പോൾ 2 കാലും സമമായിരിക്കുന്നു. 2 കാലും സമമായി നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കാലും ഒപ്പാണെന്ന് പല വിധത്തിൽ പരീക്ഷിച്ചൊക്കെ നോക്കിയായിരുന്നോ? ഇപ്പൊ എന്നെ ബ്രദറോട് ഞാൻ കാര്യം പറഞ്ഞു. ബ്രദറും പറഞ്ഞു ഇത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോ ഇതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. കാല് കുറവെന്നുള്ള ഇതിന്റെ ഡോക്ടറെ കാലിന് ഇത്ര നീട്ടം കുറവാണെന്നുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാ ഡോക്ടറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാലിന് നീട്ടം കുറവാണെന്ന്. അതിങ്ങനെ ഒരു വികലാംഗന്റെ ആ അവസ്ഥയിലായിരുന്നു. എന്നാൽ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ ഇതാ കാല് ശരിയായി. ഇപ്പൊ കാല് 2 ഒപ്പത്തിനൊപ്പായി. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 10 വർഷമായി ഇത് ഉണ്ടായിട്ട്. 10 വർഷത്തോളം ഈ കാലിന് ഇത്ര നീട്ടം കുറവതോടെ ഇദ്ദേഹം പിന്നെ റിട്ടയർ ചെയ്ത് വീട്ടിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈശോ അത് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ധ്യാനത്തിന് ആദ്യമായിട്ട് വരുവാണോ? അല്ല, നേരത്തെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ധ്യാനത്തിൽ വെച്ച് ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി. എഴുന്നേറ്റ് കരങ്ങളടിച്ച് ഈശോയെ ആരാധിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. സന്തോഷത്തോടെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാണിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാണിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ.